നാഫിയുടെ ഹസ്ബൻഡ് ആരാ? ലേബർ റൂമിന് മുന്നിലെ കസേരയിലിരുന്ന ആൾക്കാരെ നോക്കി നേഴ്സ് ചോദിച്ചു. റാഷി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നേഴ്സിന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ കൈകളിലേക്ക് തങ്കക്കുടം പോലെയുള്ളൊരു കുഞ്ഞുവാവയെ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആൺകുട്ടിയാ. അൽഹംദുലില്ലാഹ. റാഷി അവന്റെ കുഞ്ഞു മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവന്റെ ചെവിയിൽ മന്ത്രിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴേക്കും ഉമ്മയും പെങ്ങളും ഓടിയെത്തി. നോക്കുമ്മ, വിശപ്പുകാരനാ എൻ്റെ മോൻ. വലത് കൈ ചുരുട്ടിയ വായുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവനെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പടച്ചോൻ തന്ന നിധിയ, വാ. യാ അള്ളാ, ബർക്കത്ത് ഉണ്ടാകണേ എന്നും പറഞ്ഞ് ഉമ്മ സന്തോഷത്തോടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി വാത്സല്യപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ചെവിയിൽ ഉമ്മയും മോദി. റാഷിയുടെ ഭാര്യ നാഫിയയുടെ ആദ്യ പ്രസവമാണെങ്കിലും നോർമൽ ഡെലിവറി ആയിരുന്നു. നാഫിയുടെ തറവാട് വീട്ടിലാണെങ്കിൽ ഉപ്പയും ഉമ്മയും തനിച്ചാണ്. ഇരുവർക്കും ചെറിയ തോതിൽ വയ്യാഴികയാണ്. സഹോദരൻ ഭാര്യയുമൊത്ത് ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ഒന്ന് തൻ്റെ തറവാട് വീട്ടിൽ കയറി ഉപ്പാനെയും ഉമ്മാനെയും കുഞ്ഞിനെ കാണിച്ച് നാഫി നേരെ റാഷിയുടെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി അത്താഴമൊക്കെ കഴിച്ച് റാഷി ബെഡ്റൂമിൽ പ്രവേശിച്ചു. നാഫി വാവയെ മാമൂട്ടുമായിരുന്നു. അവൾ ഞെട്ടിപ്പോയി. ഏയേ, എന്താ ഇക്ക ഇത്? എനിക്ക് നാണാവുന്നു. പോ. എന്തു പോന്ന്? ഇക്ക, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും കുറേ നാളത്തേക്ക് എൻ്റെ കൂടെ കിടക്കാൻ വരരുത്. അതെന്താ കൂടെ കിടന്നാ? ഇക്ക, എനിക്ക് റെസ്റ്റ് വേണം. നീ റെസ്റ്റ് എടുത്തോ, അതിനെന്താ? ഒന്നുമില്ല. പിന്നെ പെട്രോൾ അടുത്ത് കിടക്കുന്നത് മോശമല്ലേ? ഒരാണിന് ചേർന്ന പണിയല്ല അത്. ഓ അങ്ങനെ. ഞാൻ താഴെ കിടന്നോളാം. മാണ്ട, ഈ റൂമിൽ കിടക്കാൻ പാടില്ല. എത്ര ദിവസം ഉണ്ടാവും ഈ കലാപരിപാടി? റാഷി ആകാംക്ഷയോട് ചോദിച്ചു. 40 ദിവസം. 40 ദിവസമോ? എൻ്റെ അള്ളാ, തുലഞ്ഞത് തന്നെ. അതും പറഞ്ഞ് റാഷി കുഞ്ഞിനെ ഒന്ന് നോക്കി ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി നടന്നു. നാഫി ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചു. പടച്ചോൻ കാത്തു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിരാശനായി ഇറങ്ങി അപ്പുറത്ത് ആദ്യ ഭാര്യ കുഞ്ഞിനെ പാത്തു കിടക്കുന്ന റൂമിൽ പോയി കിടന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ കുഞ്ഞിപ്പാത്തു കൈകൊട്ടി അടുത്തേക്ക് വിളിച്ചു. ഇവളിവിടെ ഉണ്ടായിരുന്നോ? ആ ബെഡിൽ പോയി കിടക്കേണ്ട താമസം. കണ്ണിൽ ഉറക്കം വന്നു. കുഞ്ഞിപ്പാത്തു അവൻ കിടന്നതിന് സമീപം വന്ന് കിടന്നു. ഉറങ്ങായിരുന്ന റാഷി ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു. അപ്പോൾ റാഷി ഉറക്കമുണർന്നു. ഓ, പാത്തു ഉറങ്ങിയില്ലായിരുന്നോ ഇതുവരെ? എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റൂ എൻ്റെ റാഷിക്ക? നാഫി പ്രസവിച്ചു വന്നല്ലേ? റാഷി അവളുടെ കൈക്കുള്ളിൽ കിടന്നൊന്ന് മൂളി. ആൺകുട്ടിയാണല്ലേ? എനിക്ക് മുമ്പേ അറിയായിരുന്നു. ഓ, അതെങ്ങനെ? ഒരു പെണ്ണിന് ഗർഭിണിയായ മറ്റേ പെണ്ണിന്റെ ലക്ഷണം കണ്ടാൽ അറിയാൻ പറ്റും. അതിന് നീ ഗർഭിണിയായിട്ടില്ലല്ലോ, പിന്നെങ്ങനെ? അതിന് ഗർഭിണിയാണോന്നൊന്നുമില്ല, പെണ്ണായാൽ മതി. ഓ സൂപ്പർ. പ്രസവിച്ച പെണ്ണിന്റെ കൂടെ വേറൊരു പെണ്ണിന് കിടക്കാമല്ലോ. നീ എന്താ അവിടെ നാഫിയുടെ മുറിയിൽ പോയി കിടക്കാത്തത്? റാഷിക്ക് എവിടെയാണ്? അവിടെ ഞാൻ അല്ലാണ്ട് എനിക്കെന്ത് കാര്യം? അതും പറഞ്ഞ് കുഞ്ഞിപ്പാത്തു എന്ന ഫാത്തിമ മുത്തുപൊഴിയും പോലെ ചിരിച്ചു. അന്ന് രാത്രി മുഴുവൻ റാഷിയുടെ കൂടെ കിടന്ന കുഞ്ഞിപ്പാത്തു വെളുപ്പിനെണീറ്റ് റൂം വിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഇന്ന് നാഫിയുടെ 40 കുളിയാണ്. റാഷി നല്ല സന്തോഷത്തിലാണ്. ഇന്ന് തൊട്ട് നാഫിയുടെ കുഞ്ഞിൻ്റെയും കൂടെ തൻ്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങാം. എടി നാഫി, ഇന്ന് നമ്മുടെ വീണ്ടും ഒരാദ്യരാത്രിയാണ്, അത് മറക്കണ്ട. പകലത്തെ ചടങ്ങിന് റാഷിയുടെ ഉത്സാഹം കണ്ടപ്പോഴും തന്നെ തഞ്ചത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് കിട്ടിയപ്പോഴും കാതിൽ വന്നുള്ള ആ സന്തോഷം പൂണ്ടുള്ള അടക്കം പറച്ചിൽ കേട്ടപ്പോൾ നാഫിക്ക് ഏറെ സന്തോഷമായി. കൂടാതെ അല്പം ഭയവും. അള്ളോ, നോർമൽ ഡെലിവറിയാണ്. പഴയ സ്നേഹമൊക്കെ ഉണ്ടാകണേ. അന്ന് രാത്രി നാഫിയുടെ കൂടെ ഏറെ ആശയോട് കിടന്ന റാഷി പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പാതിരാത്രിയായപ്പോൾ വാതിൽ അനക്കം കേട്ടു. കുഞ്ഞിപ്പാത്തു റാഷിയും നാഫിയും ഉറങ്ങുന്ന ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചു. റാഷിയുടെ ഇടതുവശം ചേർന്ന് കിടക്കാണ് നാഫി. നല്ല ഉറക്കമാണ്. പാത്തു റാഷിയുടെ വലതുവശം വന്ന് കിടന്നു. എന്തേ? റാഷി ചോദിച്ചു. എനിക്കവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തേ എന്നെ ഇവിടെ കിടക്കാൻ വിളിക്കാതിരുന്നത്? എന്തിനാ എന്നെ ആ റൂമിൽ അടച്ചിട്ടിരിക്കുന്നത്? ഇക്കണ്ട കാലം മുഴുവൻ ഞാനും അവളും ഇവിടെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ നാഫിയെ കെട്ടിയത്? എനിക്ക് കുട്ടികളാവാത്ത കൊണ്ടാണല്ലോ ഞാൻ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളെ നാഫിക്ക് കെട്ടിച്ചു കൊടുത്തത്. നാഫി ഗർഭിണിയായിട്ട് പ്രസവിക്കാൻ പോകും വരെ നമ്മൾ മൂവരും ഒന്നിച്ചാണല്ലോ കിടന്നത്. പിന്നെന്തിനാ എനിക്ക് മാത്രമായി ഒരു റൂം കൽപ്പിച്ചു തന്നിട്ട് അവിടെ തളച്ചിടാൻ നോക്കുന്നത്? എന്നത്തെയും പോലെ ഞാനും ഇവിടെ കിടക്കും. എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ചായിരിക്കും. അതിന് പാത്തു, നീ നിന്റെ ഇഷ്ടപ്രകാരമല്ലേ ആ റൂമിൽ പോയി കിടന്നത്? നിനക്ക് നാഫിയെയും നാഫിക്ക് നിന്നെയും വളരെ ഇഷ്ടമായിരുന്നല്ലോ. നിങ്ങൾ ഒരു മനസ്സ് പോലെ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ എനിക്കിവിടെ സുഖമായി ജീവിക്കാൻ പറ്റിയത്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. അത് കേട്ടപ്പോൾ പാത്തുവിന് സമാധാനമായി. ശരി ശരി, ഉറങ്ങ്. 2 ഭാര്യമാരുടെ ഇടയിൽ റാഷി ഉറക്കത്തിലാണ്ടു. ആ ഉറക്കത്തിൽ റാഷി സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കും യാഥാർത്ഥ്യത്തിൽ നിന്നും വീണ്ടും സ്വപ്നത്തിലേക്കും പോയിക്കൊണ്ടിരുന്നു. പാത്തുവിനെ കല്യാണം കഴിച്ച് 12 വർഷമായിട്ടും കുട്ടികളാവാതിരുന്നത് മൂലം വീട്ടുകാരുടെ ആഗ്രഹപ്രകാരവും പാത്തുവിൻ്റെ ആഗ്രഹപ്രകാരവും നാഫിയെ നിക്കാഹ് ചെയ്തുകൊണ്ട് വന്നു.
പേരിന് മാത്രം ഒരു ചടങ്ങ് നടത്തി എടിപിടിയുന്ന നാഫിയെ വീട്ടിൽ കൊണ്ടുവന്ന സമയം ഒരു മൈലാഞ്ചി പോലും ആരും അവളുടെ കൈകളിൽ ഇട്ടു കൊടുത്തില്ല. ഇക്ക നല്ല ആർട്ടിസ്റ്റ് ആണല്ലേ? നാഫിയുടെ മൃദുലമായ ഉള്ളം കൈയിൽ റാഷി മൈലാഞ്ചി ഇടവേ അവൾ ചോദിച്ചു. കുഞ്ഞിപ്പാത്തുവാണ് എന്നെ ഇടാൻ പഠിപ്പിച്ചത്. അവളാണ് ശരിക്കും കലാകാരി, ഞാനല്ല. അത് കേട്ടപ്പോൾ നാഫിയുടെ മുഖം മങ്ങി. കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി. നാഫിയുടെ കസിനാണ് കുഞ്ഞിപ്പാത്തു. മക്കളാവാത്തത് കൊണ്ട് ഏറെക്കുറെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞിപ്പാത്തു ഒരു ദിവസം തന്നെ നിർബന്ധിച്ചു. നാഫി, നീ റാഷിഖാന്റെ കസിനല്ലേ? കുറേ നാളായില്ലോ നീ ഡിവോഴ്സ് ആയിട്ട് വന്നിട്ട്. നിന്റെ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന എടി നീയും കൂടി പോരടി റാഷിഖാന്റെ കൂടെ. നീ എൻ്റെ കളിക്കൂട്ടുകാരിയല്ലേ? മദ്യപാനിയും മയക്കുമരുന്നും ഒക്കെയുള്ള നിന്റെ ആദ്യ ഭർത്താവ് നിന്റെ ജീവിതം കുത്തിച്ചോറാക്കി. ഏതായാലും അതിൽ നിന്ന് മോചനം നേടി നീ വന്നു. നീ പറഞ്ഞൊന്ന് കേൾക്ക്. രണ്ടാം ഭാര്യയായി നീ വാ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാത്തു ഇതെന്താ പറയുന്നത്? ഇതെന്താ ഒമറിന്റെ കാലഘട്ടമാണോ? ഇതൊക്കെ ന്യൂ ജനറേഷൻ. എങ്ങനെ എടുക്കുന്നതെന്ന് അറിയില്ല. ചുമ്മാ നാട്ടുകാരുടെ പ്രാക്കും അപമാനവും സഹിക്കേണ്ടി വരും. നീ ഇതിന്റെ അനന്തരഫലമായി ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഒക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല. തറവാട്ടിലൊരു കുഞ്ഞിക്കാൽ, അതാണ് പ്രധാനം. ഈ 12 വർഷമായിട്ട് മക്കളാവാത്ത ഞാനിനി എന്താ ചെയ്യുക? റാഷിഖാന്റെ കുടുംബം പിൻഗാമികളില്ലാതെ തകർന്നു പോകുന്ന ആലോചിച്ച് ഉമ്മ എന്നും വഴക്കാണ്. ഇക്കണ്ട സ്വത്തുവകകളൊക്കെ അനാഥാലയത്തിൽ പോകുമെന്ന് പറഞ്ഞ് കരയുകയാണ് റാഷിഖാന്റെ ഉമ്മ. എടി, നീ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാടി? എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനാണ് തടസ്സമല്ലേ? പാത്തു മനസ്സിൽ പറഞ്ഞു. ഒന്നും മൊള്ളിയിട്ട് പാത്തു അവിടെ നിന്ന് ഇറങ്ങി. അതുപോലെ തന്നെ സമയം സന്ദർഭവും ഒത്തുവരുമ്പോൾ റാഷിയെയും അവൾ പ്രേരിപ്പിച്ചു. റാഷിക്ക, എന്തായാലും നാഫിയെ കെട്ടണം. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇല്ല പാത്തു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേറെ പെണ്ണില്ല. നീ ഉള്ളിടത്തോളം കാലം നീയായിരിക്കും എൻ്റെ ഭാര്യ. എനിക്ക് കുഞ്ഞു നീയും, നിനക്ക് കുഞ്ഞു ഞാനുമായി ജീവിക്കും. അത്ര തന്നെ. റാഷി തൻ്റെ നിലപാട് തുറന്നു പറഞ്ഞു. ഞാൻ ഉള്ളിടത്തോളം കാലം. അപ്പോൾ ഞാനാണ് തടസ്സമല്ലേ? റാഷിക്ക, എനിക്കൊരു ഒസ്യത്തുണ്ട്. അത് ഞാൻ പറയാം. എനിക്കിഷ്ടം റാഷിക്ക നാഫിയെ കെട്ടുന്നതാണ്. ഒസ്യത്തോ? പ്രായമായവരല്ലേ ഒസ്യത്ത് പറയുക? മരിച്ചുപോയാൽ നടപ്പാക്കാൻ വേണ്ടി പറയാൻ പ്രായം കുറഞ്ഞവർക്കും മരിക്കാലോ. എന്താ നീ പറയുന്ന പാത്തു? റാഷിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ റാഷിക്ക് ഒടുവിൽ അത് മനസ്സിലായി. പാത്തു ഒസ്യത്ത് എഴുതി വെച്ച് സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ഒരു പിടി ചാരമായി തീർന്നപ്പോൾ അവളുടെ ആഗ്രഹം നടപ്പാക്കാനായിരുന്നു പിന്നീട് റാഷി നാഫിയെ കെട്ടിയത്. നാഫിയെ കെട്ടിയ ശേഷം തുടർന്നുള്ള റാഷിയുടെ പല രാത്രികളിലും അവൾ കടന്നു വരും. അവർ മൂവരും ഒരുമിച്ച് കിടക്കും. റാഷിയുടെ സ്വപ്നത്തിലെ 2 ഭാര്യമാർ. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്